ഇദ്ദേഹം 1912 അബ്ദേദ് മഷിയ പാത്രികീസ് ഇവിടെ വരുന്നു. അദ്ദേഹം ഒരാൾക്ക് പട്ടം കൊടുക്കും. ഒന്നല്ല 2-3 പേർക്ക് പട്ടം കൊടുത്തു. ഏത് മേൽപ്പെട്ട സ്ഥാനം കൊടുത്തു. അത് കഴിഞ്ഞ് വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് അസാധുവാണെന്നും പറഞ്ഞ് കൽപ്പനയും കൊടുത്തു. മുടക്ക് പിൻവലിച്ചു. ഈ മുടക്ക് പിൻവലിച്ച വട്ടശ്ശേരി തിരുമേനിക്ക് 1923 പാത്രിയർക്കീസിന്റെ ആസ്ഥാനത്ത് സ്വീകരണം കൊടുക്കുന്ന ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു മുടക്കും ഇല്ലാതെ അദ്ദേഹം അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അബ്ദേദ് മഷിയ പാത്രികീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ആളെ 1958 അന്നത്തെ പാത്രിയർക്കീസ് അൺകണ്ടീഷണലായിട്ട് പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചു. പൗരസ്ത്യ കാതോലിക്കായിട്ടല്ല അന്ന് ഈ അബ്ദേദ് മഷിയ പാത്രികീസ് ഇദ്ദേഹത്തിന് പട്ടം കൊടുത്തത്. അന്ന് പൗരസ്ത്യ കാതോലിക്കായിട്ട് വാഴിച്ചത് വേറെ ആളെയാണ്. അതായത് വൺസ് കാതോലിക്കായിട്ട് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ അന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ഗ്യൂറിയസ് ദിദിയം ബാബായെ കാതോലിക്ക ആയിട്ട് ഉയർത്തിയതും കാതോലിക്ക സ്ഥാനാരോഹണം നടത്തിയതും മലങ്കരയുടെ സിനഡാണ് 1929. അപ്പൊ അതും വാലിഡാണ്. എന്ന് പറഞ്ഞാൽ അബ്ദേദ് മഷിയ കാതോലിക്കേറ്റ് റീ എസ്റ്റാബ്ലിഷ് ചെയ്തത് വാലിഡ് ആണെന്ന് അർത്ഥം. ആ കാതോലിക്കേറ്റിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൂറോങ്കൂദാശ ചെയ്യാം, ആ സിനഡിന് കാതോലിക്കയെ തെരഞ്ഞെടുക്കാം, ആ സിനഡിന് കാതോലിക്കയെ വാഴിക്കാം, എല്ലാം ചെയ്യും. അപ്പൊ പിന്നെ ഇവരെന്തോണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പുള്ളിക്ക് മുടക്കുണ്ടായിരുന്നു, പക്ഷെ പട്ടത്വം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് മുടക്കുണ്ടായിരുന്നു. എന്തിനാണ് മുടക്ക്? ഫർമാൻ പിൻവലിച്ചത് കൊണ്ട് മുടക്കുണ്ടായി. അങ്ങനെ ഫർമാൻ പിൻവലിച്ചാൽ ഇവരുണ്ടാക്കിയ വ്യാജ കാനോനും ഒറിജിനൽ കാനോനും അനുസരിച്ച് ആ 2 കാനോനിലും പറയുന്നത് ഇങ്ങനെ ഒരേ സമയം 2 പേര് പാത്രിയർക്കീസന്മാരായിട്ട് വന്നാൽ ആരായിരിക്കണം സഭയുടെ കണ്ണിൽ യഥാർത്ഥ പാത്രിയർക്കീസ്, ആരായിരിക്കണം സർക്കാരിന്റെ കണ്ണിൽ യഥാർത്ഥ പാത്രിയർക്കീസ്. ഇത് വളരെ വ്യക്തമായിട്ട് ഈ 2 കാനോനിലും, അതായത് യുവമാരുണ്ടാക്കിയ ഏക്കം കാനോനിലും മറ്റേ കാനോനിലും സെയിം കാര്യം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ആർക്കാണ് പാത്രിക സ്ഥാനം? അബ്ദേദ് മഷിയ പാത്രികീസിന് തന്നെയാണ്. പിന്നെ എന്നാണ് പ്രശ്നം? ഇതൊന്നും അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ആ ഫോട്ടോയുടെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? അതായത് വട്ടശ്ശേരി തിരുമേനിയെ, മുടക്കമുള്ള വട്ടശ്ശേരി തിരുമേനിയെ അവിടെ ചെന്നപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് ചുമ്മാ ഒരു സ്വീകരണം കൊടുത്തു, ചുമ്മാ തള്ളി പറിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചാൽ മുടക്കപ്പെട്ട വട്ടശ്ശേരി തിരുമേനിയെ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കൂ, ചുമ്മാ ഒരു സ്വീകരണം കൊടുക്കൂ? അതെന്നെ സംഭവമാണ്. പിന്നെ അങ്ങനെ ചുമ്മാ വട്ടശ്ശേരി തിരുമേനിയെ സ്വീകരിച്ചത് ഈ പറയുന്ന അബ്ദേദ് മഷിയ പാത്രിയർക്കീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ആൾക്കപ്പം സ്വാഭാവികമായിട്ടും പട്ടം ഉണ്ടാകാൻ പാടില്ലല്ലോ. അദ്ദേഹത്തെ പിന്നെ 1958 എന്തിനാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ലല്ലോ. ഇന്ന് വരെ പിന്നെ മറുപടി ആയിട്ട് ഒരുത്തരും വന്നിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെന്താ ചെയ്യ? പിന്നെ ഇനി മുടക്കപ്പെട്ട പാത്രിയർക്കീസ്, അപ്പൊ പാത്രിയർക്കീസും മുടക്കപ്പെട്ടാൽ അല്ലെങ്കിൽ സ്ഥാനം ഉരിയപ്പെട്ടാൽ എല്ലാ കൃപാവരങ്ങളും ഉരിഞ്ഞു പോകത്തില്ലേ? അതോ പാത്രിയർക്കീസിന് മാത്രം പോവില്ലേ? വട്ടശ്ശേരി തിരുമേനിക്ക് മാത്രമേ പോവുള്ളൂ? അതെ, നമുക്ക് അറിയാമല്ലോ, എന്നിട്ട് ചോദിക്കണം. നമുക്ക് സംശയം ചോദിക്കുന്ന കേട്ടോ. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ചോദിച്ചായ. പാത്രിയർക്കീസിന് ഒരു മുടക്കുമില്ലായിരുന്നു. അദ്ദേഹം ഈ അബ്ദുള്ള പാത്രിയർക്കീസ് ഇവിടെ വന്ന് കാണിച്ച വൃത്തികേടുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു. അന്നത്തോടുകൂടി വട്ടശ്ശേരി തിരുമേനിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. 1923 വട്ടശ്ശേരി തിരുമേനി അവിടെ ചെന്നപ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ഈ അബ്ദേദ് മഷിയ പാത്രിയർക്കീസ് അല്ല പാത്രിയർക്കീസ്. അതും നമ്മൾ മനസ്സിലാക്കണം. വട്ടശ്ശേരി തിരുമേനി 1923 അവിടെ ചെല്ലുമ്പോൾ അടുത്ത ആള് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയാണ് പാത്രിയർക്കീസ്. ഈ അബ്ദേദ് മഷിയ 1915 കാലം ചെയ്തു. അപ്പൊ അടുത്ത പാത്രിയർക്കീസ് സ്വീകരിക്കുവോ? അത് ശരി. എന്നിട്ട് അപ്പൊ യുവമാരുടെ മുടക്കിനൊക്കെ ഇത്രയും വിലയുള്ള എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. വെരി പതറ്റിക്. വർഗീസ് സാറേ നമസ്കാരം. വർഗീസ് സാറേ, ഇപ്പൊ തന്നെ ഇവൻ ഈ ഷിബു ചാക്കോ വെളുപ്പിക്കാൻ നോക്കിയ ഒരു സംഭവം തന്നെ, ആ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല. അതായത് വട്ടശ്ശേരി തിരുമേനി മൂസലിച്ചെന്ന ഫോട്ടോ ലോക പ്രശസ്തമായൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്കകത്ത് വട്ടശ്ശേരി തിരുമേനി അംശവസ്ത്രങ്ങളോടുകൂടി അവരുടെ നാട്ടിൽ അവരുടെ പള്ളിയിൽ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു. അതിനർത്ഥം തന്നെ അബ്ദേദ് മഷിയ പാത്രിയർക്കീസ് 1912 തന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് പിൻവലിച്ചു. ആ പിൻവലിക്കപ്പെട്ടത് കൊണ്ടല്ലേ അബ്ദേദ് മഷിയ പാത്രിയർക്കീസ് കാലം ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം അവിടെ ചെല്ലുന്നത്. അടുത്ത പാത്രിയർക്കീസ് അവിടെ.
അപ്പൊ പിന്നെ അദ്ദേഹം സ്വീകരിക്കും ഇദ്ദേഹത്തിന് മുടക്കുണ്ടെങ്കിൽ? ചോദ്യം ചോദിച്ചാൽ പിന്നെ മറുപടി ഉണ്ടോ? ഞാൻ ആ ചോദ്യം ആ വീഡിയോയിൽ ഇട്ടിട്ട് ഇപ്പൊ 4 ദിവസമായി. ഒറ്റ ഒരുത്തനെ ഈ പോയ വഴിക്ക് പുല്ലുപോലും കിളുത്ത് കണ്ടിട്ടില്ല. ഇനി അഥവാ വട്ടശ്ശേരി തിരുമേനിയെ അവരവിടെ സ്വീകരിച്ചില്ല, ഇവൻ പറയുന്ന പോലെ സ്വീകരിച്ചില്ലെന്ന് വിചാരിച്ചു. ശരി, ഞങ്ങൾ സമ്മതിച്ച്. പക്ഷേ അതേ അബ്ദേദ് മഷിയ പാത്രിക്കീസ് 1912 സെപ്റ്റംബർ 8-ാം തീയതി പനിമലപ്പള്ളി വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ഗീവർഗീസ് തിദിയൻ ബാവായെയാണ് 1958 ഇവർ അൺകണ്ടീഷണൽ ആയിട്ട് പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചത്. അതെങ്ങനെയാ സ്വീകരിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പെട്ടോ? ഇവന് 8 നില പെട്ടോ? എടാ, ഒന്നുകിൽ 1958 ഞങ്ങള് പൗരസ്ത്യ കാതോലിക്കായി സ്വീകരിച്ചില്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയെ ഞങ്ങൾ മൂസൽ പള്ളിയിൽ മുടക്കപ്പെട്ടവനായതുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് പറയണം. അത് മുടക്കപ്പെട്ടവനാണെന്ന് സ്വീകരിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം അതിന് ഫോട്ടോ ഉണ്ട്. ഏത് 1923 ആണേലും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറയുന്നത്. ആ ഫോട്ടോ ഇല്ലായിരുന്നെങ്കിൽ യുവമാർ എന്നാ പറഞ്ഞേനെ? വട്ടശ്ശേരി തിരുമേനി അവിടെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞത്. ഇതിപ്പോ അങ്ങനെ പറയാൻ പറ്റിയല്ല. ഇപ്പം ആകെപ്പാടെ ഇവന്റെ ആശാന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ആ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല. പിന്നെ ഇതൊന്നും പറയാഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇല്ല, ഉള്ളൊരു ഫോട്ടോ മാത്രമേ ഉള്ളത്. ഇവൻ ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ വൃത്തി 1923 വീഡിയോ എടുക്കാൻ ഇവൻ ആരും എനിക്ക് അറിയാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കും. ഇവര് തലയ്ക്കുമല്ലോ അസുഖം. അന്നത്തെ കാലത്ത് ഫോട്ടോ തന്നെ ഇല്ല. അതല്ല ഞാൻ ചോദിച്ചത്. എടാ, മൂസൽ പള്ളിയിലെ ഒരു പരിപാടിയിൽ ഏതെങ്കിലും ഒരു പാത്രിക്കീസോ അല്ലെ ആരെങ്കിലും പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ 1923 25 21 ഇനി പോട്ടെ 36 ആണെങ്കിലും കാണിച്ചാൽ മതി, ഞങ്ങൾ അങ്ങ് സമ്മതിക്കാം. ഒരു ഫോട്ടോയും ഇല്ല. അതിനർത്ഥം തന്നെ വട്ടശ്ശേരി തിരുമേനി എന്നപ്പോൾ മാത്രം ഫോട്ടോ എടുക്കാൻ ഇതെന്തോടെ? ന്യായമായൊരു ചോദ്യമല്ലേ? പറ. ഈ 2 ചോദ്യത്തിന് ഏതിനെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും യാക്കോബായ കുഞ്ഞുങ്ങൾ തൻ്റെ ഉള്ളവന്മാരുണ്ടെങ്കിൽ വാ, ആർജവത്തോടെ വന്നിട്ട് പറ. ഇനി അല്ലെങ്കിൽ JK പോലുള്ളവർ വന്നിട്ട് പറയണം, ശരി, നിങ്ങൾ പറയുന്നതാണ് സത്യം, വട്ടശ്ശേരി തിരുമേനിക്ക് മുടക്കില്ലായിരുന്നു, അബ്ദേദ് മഷിയ പാത്രിക്കീസിനും മുടക്കില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചത് വാലിഡ് ആയതുകൊണ്ടാണ് 1958 ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് പൗരസ്ത്യ കാതോലിക്കായി സ്വീകരിച്ചത്. അങ്ങനെ പറയുന്നവനാണ് യഥാർത്ഥ സുറിയാനി ക്രിസ്ത്യാനി. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ ഈ ഉടായ്പുമായിട്ട് നടക്കുന്ന ഇവന്മാരല്ല. ഇവനൊന്നും ക്രിസ്ത്യാനിയേ അല്ല. പറഞ്ഞ മനസ്സിലായോ? അതേസമയം നമ്മളെ പോലുള്ളവൻ തൻ്റെ ഇടത്തോടുകൂടി പറയും, സത്യമാണെന്ന് പറയും, നുണയാണെങ്കിൽ നുണയാന്ന് പറയും. അതല്ലേ ആണത്തം, അതല്ലേ സുറിയാനി ക്രിസ്ത്യാനികളുടെ അന്തസ്. ഞാൻ ഈ ചോദിച്ച ചോദ്യം ന്യായമല്ലേ സാർ പറ.